Welcome back again, guys. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്, കാപ്പി കുടിക്കാൻ പോകാൻ കേട്ടോ. കാപ്പി എന്ന് പറയണത് പുട്ടാണ്. പുട്ട് ഗ്രീൻ പീസ് ആണെന്ന് തോന്നുന്നു. ഗ്രീൻ പീസ് കറി, പിന്നെ ചായ ഉണ്ട് കേട്ടോ. ആദ്യം കുറച്ച് പുട്ടെടുത്ത് വയ്ക്കാം. പുട്ടുണ്ട്, ഇനി കുറച്ച് ഗ്രീൻ പീസ് കറി കേട്ടോ. ചൂട് എടുക്കുക, ചൂടുണ്ട് കേട്ടോ. അടിപൊളി. ഗൈസ്, നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് 7 to 2 മണിയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ എന്ന് പറയണത് അലങ്കാർ പ്യൂർ വെച്ച് കേട്ടോ. അത് പണ്ടത്തെ പേരാണ്, ഇപ്പോഴത്തെ പേരെന്തായാലും അറിഞ്ഞൂടാ. അത് പണ്ടത്തെ പേരാണ്, ഇപ്പോഴത്തെ പേരെന്തായാലും അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഫുഡ് റെഡി ആയിട്ടില്ല. 71.08 ഏതൊരു സാധനം കൂടി ഇരിക്കണം കേട്ടോ. ആ, റെഡി വന്നില്ല. 71.08 ഗൈസ്, അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗടിക്കോണാണ് കൊടുക്കാനുള്ളത്. കറക്റ്റ് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ 8.9 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 8.9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറയണത് ഗീ റോസ്റ്റും അപ്പമാണ് കേട്ടോ എടുത്തത്. ഇവിടുന്ന് 9.2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അമ്പലമുക്ക് വഴി പോകാം കേട്ടോ. ഇപ്പോൾ ലോങ് ഓർഡറാണ്. പൗടിക്കോണാണ് കൊടുക്കാനുള്ളത്. പൗടിക്കോണം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരെണ്ണം പെട്ടെന്ന് കയറി കേട്ടോ. ഭയങ്കര കാറ്റ് കേട്ടോ. ഇപ്പൊ ഭയങ്കര ദാഹം വരുന്ന കേട്ടോ. ഒരു കുപ്പി 1 ലിറ്ററിന്റെ കുപ്പി മൊത്തം കുടിച്ച് തീർത്ത്. ഒരു 2 ലിറ്റർ കൊണ്ടുവന്ന്, 2 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് അതിൽ ഒരു കുപ്പി കംപ്ലീറ്റ് തീർത്ത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഗിയർ ഡൗൺ ചെയ്ത് എവിടെ നിൽക്കുമ്പോൾ സമയത്ത് ഓക്കെ, നമുക്ക് ലെഫ്റ്റാണ് പോകാനുള്ളത്. ഇങ്ങോട്ടാണ് പോകാനുള്ളത്. അമ്പലമുക്ക് ആ റൂട്ടാണ് പോകാനുള്ളത്. ഓ, അവിടെ സിഗ്നൽ വേണില്ല. വെയിൽ ഇല്ല കേട്ടോ, പക്ഷെ ഭയങ്കര ഉഷ്ണം. റോഡൊക്കെ പഴുത്ത് കിടക്കും. വെയിലിപ്പോൾ കുറഞ്ഞു കേട്ടോ. മഴക്കോളുണ്ട്. ഇന്നലെ പണി പാളിയാണ്. 2 തുള്ളി പെയ്തപ്പോൾ കോട്ടെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പെയ്തുമില്ല. അതാ കോട്ടാണെങ്കിൽ ഒടുക്കത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല. അമ്പോ വ്യാവും. കാഴ്ചപ്പോൾ ഓർറൗണ്ട് പോണ വഴിയിൽ കണ്ടാണ് കേട്ടോ വയർ. ഇത് എങ്ങനെ ആയെന്ന് അറിഞ്ഞൂടാ. കെട്ടി വെച്ചിരുന്ന അവിടുന്നങ്ങനെ വീണമെന്ന് അറിഞ്ഞൂടാ. ഇപ്പം എൻ്റെ കാല് കയറിയിൽ തട്ടിയേനെ. കുറേ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ. അത്
ഇതിൽ തട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ കച്ചവടം ഒന്ന് തീരും. കേബിളിൻ്റെ വയറാണത്. ബ്രോഡ്ബാൻഡ് ഫൈബർ ഇല്ലേ, ഒപ്റ്റിക്കൽ ഫൈബർ, അതിൻ്റെ വയറാണ്. ദിവസം നമ്മൾ ലൊക്കേഷൻ എത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പൗടിക്കോണത്തെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് കയറി പോകണം. ഏകദേശം ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 80 രൂപ 06 പൈസയാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല, നേരെ പോവേണ്ട കേട്ടോ. മിക്കവാറും അടുത്ത ഓർഡർ മിക്കവാറും പേരകനായി അങ്ങോട്ട് ചെല്ലും. പുതിയ KSRTC ബസ് കേട്ടാ, ലിങ്ക് ബസ് എന്ന് പറയുന്ന സാധനം കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പ്രകാശിന്റെ ബോഡിയാണ് കേട്ടോ, പ്രകാശ് ബോഡി. അയ്യോ, ആ കാറ് പൊട്ടി. ഇപ്പൊ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ഡബിൾ ഓർഡറാണ്. ഹോട്ടൽ ചിന്നൂസ് കേട്ടോ, നേരെ വച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഹോട്ടൽ ചിന്നൂസ് കേട്ടോ. അപ്പോൾ ഹോട്ടൽ ചിന്നൂസിൽ നിന്ന് ഇവിടെ 2 കിലോമീറ്റർ ഉള്ളൂ സ്ട്രൈറ്റ്. ഇവിടെ നമ്മളിപ്പോൾ മാർവാനിസ് കോളേജിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസാണ് കേട്ടോ. ഫുഡ് റെഡി വന്ന് കേട്ടോ. 0596 നമ്മളെ ഐറ്റം. ബൈ ബൈ. ഗൈസ്, അപ്പോൾ ഓർഡർ നമ്പർ പറഞ്ഞത് മാറിപ്പോയി കേട്ടോ. അങ്ങനെ ഓർഡർ നമ്പർ ഞാൻ 1096 എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴേ 1096 പോലെ കണ്ട്, അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്പർ തെറ്റിപ്പോയി. ഫുഡ് എടുത്തില്ല, അതിന് മുമ്പ് തന്നെ തെറ്റിപ്പോയി, നമ്പർ വേറെ ആയിരുന്നു. ഞാൻ ഈ നമ്മളെ ഓർഡർ ഐ ഡിയിലെ ഫസ്റ്റത്തെ 2 നമ്പറാണ് ഓർമ്മിക്കാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ മിസ്റ്റേക്കാണ്, 100% എൻ്റെ മിസ്റ്റേക്കാണ്. മനുഷ്യനല്ലേ, തങ്ങൾ പറ്റൂലേ അല്ലേ? 5-6 അബദ്ധമൊക്കെ ആർക്കും പറ്റൂലേ? 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോയും ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. ഏകദേശം കൊടുക്കാനുള്ള മണ്ണാന്തലയാണ്, നേരെ വെച്ച് പിടിക്കുക. ഇവിടുന്ന് 4.2 കിലോമീറ്റർ ഉണ്ട്. ഡബിൾ ഓർഡറാണ്. ഫസ്റ്റത്തെ കൊടുത്താലേ അടുത്ത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓറഞ്ച് 1.5 കിലോ 100 രൂപ. എടാ ഡോറ് തുറന്നിട്ട് എടുത്തു വെച്ചോണ്ടിരുന്നോണ്ടേ ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു 70 മീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ഫോണിൽ കേബിൾ കംപ്ലൈൻറ്റ് കേട്ടോ, ചാർജിങ് കേബിളേ. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൊടുക്കുന്നത്. അവിടെ വെളി ARA ഭവൻ എന്നൊരു ബോർഡ് വെച്ചിരുന്നു കേട്ടോ. ആനന്ദവല്ലീശ്വരം റെസിഡൻസ് അസോസിയേഷൻ. ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 08 ഓക്കെ ശരി. ഏകദേശം രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനുള്ളത് മണ്ണാന്തലയാണ് കേട്ടോ.
മണ്ണാത്തല ഇവിടുന്ന് എത്ര കിലോട്ടുണ്ടെന്ന് ചോദിച്ചാൽ 400 മീറ്റർ ഉള്ളൂ. അന്നല്ല ഓർഡറാണ്. രണ്ടാമത്തെ ഓർഡർ കൊടുക്കാൻ 400 മീറ്ററേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അടുത്ത് തന്നെ. ഇപ്പോൾ ബാറ്ററി ഫോണിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ് കേട്ടോ. ചെറിയ വിഷയം. പുതിയ കേബിൾ വാങ്ങിക്കണമല്ലോ. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അയ്യം കേട്ടോ. അയ്യോ എന്ന് പറയണ ഒരു ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഉണ്ടായിരിക്കും, വില കൂടിയത് ക്വാളിറ്റിയാണ്, പക്ഷെ നമുക്കത് പറ്റില്ല. ഇങ്ങോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടി 73 രൂപ 69 പൈസ തന്നെ കേട്ടോ. ഗൈസ്, അപ്പോൾ ഫോണിൽ ചാർജ് ചെയ്യുന്ന കേട്ടോ. ഈ കേബിൾ കംപ്ലൈൻ്റ് ആണ്. ചാർജ് കയറി ഇറങ്ങി നിൽക്കുന്നു. പക്ഷെ എന്ത് കഷ്ടമൊന്നുമില്ല. നല്ല ഓറുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. രാവിലെ വന്ന സമയത്ത് എന്തോ നോക്കട്ടെ. ഇന്നത്തെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 97 അത് പോയി. ഗൈസ്, ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 365 രൂപ 73 പൈസയാണ് കിട്ടിയത്. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ചാർജിങ് കേബിളില്ലേ ഫോണിൻ്റെ, ഇപ്പോൾ കാണിച്ചു തരാം. ഈ പോർട്ടല്ല, ഈ കേബിൾ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നണം കേട്ടോ. ഇതിൻ്റെ ഈ സാധനമില്ലേ, ഇത് ബെൻഡായിപ്പോയി. ഇതുണ്ട, താഴോട്ട് ബെൻഡായിരിക്കും. അങ്ങനെ ഫോണിൽ ചാർജ് കയറും ഇറങ്ങും. അങ്ങനെ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഓർഡർ കൊടുത്തപ്പം നമുക്ക് 4% ചാർജ് ഉള്ളുമായിരുന്നു. പിന്നെ സൊമാറ്റോ ഓൺ ആവില്ല. സൊമാറ്റോ 15% മേളിൽ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിലേ സൊമാറ്റോ ഓടാൻ പറ്റും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ലോഗ് ഔട്ടായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലത്തെ നമ്മളെ ഇൻസെൻറ്റീവ് പോയി. 11,397 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. 6 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി, കുഴപ്പമില്ല. അപ്പം 365 രൂപയാണ് ടോട്ടൽ ഓടിയത്. 9 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ 365 ആയതുകൊണ്ട് ഞാൻ 400 കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഷാഡോ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓണാക്കി. അപ്പോൾ ഷാഡോയിൽ ഓർഡർ അടിച്ചിട്ട് അവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ഷാഡോ ഇപ്പോഴും നിലവിലുണ്ടാ, കമ്പനി നിർത്തിപ്പോയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ പറയണത്, അവിടെ ഓർഡർ അടിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യാൻസൽ ആകുന്നു. 10 ഓർഡറൊക്കെ അടിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓർഡർ അടിക്കും, അപ്പോൾ തന്നെ ക്യാൻസൽ ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിനെപ്പറ്റി അറിഞ്ഞൂടാ. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഓർഡറൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ എനിക്ക് എന്തായാലും കിട്ടി. അപ്പോൾ അതും കൂടെ ചേർത്ത് ഏകദേശം 400 പ്ലസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇതാണ് ഡീറ്റെയിൽസ്. അവിടെ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.